ഈ ദിയ കൃഷ്ണയുടെ പ്രഗ്നൻസി വീഡിയോ കണ്ടപ്പം എനിക്ക് 2018 നടന്ന എൻ്റെ പ്രഗ്നൻസിയാണ് ഓർമ്മ വന്നത്. ഇതേ കിംസ് ഹോസ്പിറ്റലായിരുന്നു ട്രിവാൻഡ്രത്ത് അന്ന് എൻ്റെയും ഡെലിവറി. കിംസ് ഹോസ്പിറ്റൽ അന്ന് ചൂസ് ചെയ്യാൻ തന്നെ കാരണം ഭർത്താവിനെ കൂടെ ലേബർ റൂമിൽ കയറ്റുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എൻ്റെ മനസ്സിലെ പ്രഗ്നൻസി എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രസവിക്കാൻ കയറുന്നു, ഭർത്താവ് നമ്മളെ കൂടെ കയറുന്നു, തല തടവി തരുന്നു, പുഷ് പുഷ് എന്ന് പറയുന്നു, നമ്മൾ പ്രസവിക്കുന്നു, കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ ലേബർ റൂമിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് വരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ നടക്കാതെ പോയ സ്വപ്നങ്ങൾ. ഹസ്ബൻഡിന് ലേബർ റൂമിൽ കയറാമെന്ന് ഞാൻ പറഞ്ഞപ്പോഴേ എൻ്റെ നേർക്ക് വന്ന കുത്തുവാക്കുകളുടെ അമ്പുകൾ ചില്ലറയൊന്നുമല്ല. അയ്യേ, ഭർത്താവിന് ലേബർ റൂമിൽ കൂടെ കയറ്റാൻ പോണ, ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അയ്യേ, ഇവരെയൊക്കെ ഇത് കാണിക്കാൻ കൊള്ളാൻ. ആമ്പിള്ളേർക്ക് ഇതൊക്കെ കാണാനുള്ള ത്രാണിയുണ്ട്. ആമ്പിള്ളേർക്ക് കാണാനുള്ള ത്രാണിയില്ല, പക്ഷെ പെൺകുട്ടികൾക്ക് പ്രസവിക്കാനുള്ള ത്രാണിയുണ്ട്. അന്ന് അവരോടൊക്കെ എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല ഗർഭിണിയായത്. ഇറ്റ് ഈസ് എ മ്യൂച്വൽ പ്രൊസീജിയർ വേർ ബോത്ത് പാരന്റ്സ് ആർ ഇൻവോൾവ്. ഒരു കുഞ്ഞിന്റെ അമ്മയാകുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഒരു കുഞ്ഞിന്റെ അച്ഛനാവുന്നത് എന്ന് പറയുന്നത്. ലേബർ റൂമിൽ നമ്മുടെ ഹസ്ബൻഡ് കൂടെ കയറുന്നു എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ടെൻഷൻ കാണുമ്പോൾ നമുക്ക് തോന്നും, നമ്മളിനി നമ്മുടെ ഭർത്താവിനല്ലേ കൂടെ ലേബർ റൂമിലേക്ക് വിളിച്ചത്, അതിന് വേറെ ആരുടെയും ഭർത്താവിനെയാണ്. അവരുടെയൊക്കെ മനസ്സുരുവിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്തായാലും നോർമൽ ഡെലിവറി കിട്ടിയില്ല. പിന്നെ സി സെക്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ തിയേറ്ററിനകത്തോട്ട് ഭർത്താവിനെ കയറ്റാൻ പറ്റില്ലല്ലോ. പ്രഗ്നന്റ് ആയിട്ടുള്ള വുമണിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് അവളുടെ ഫാമിലിയിൽ നിന്നും ഹസ്ബൻഡിൽ നിന്നുള്ള സപ്പോർട്ടാണ്. നമ്മളുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമിൽ, നമ്മൾ ഏറ്റവും വേദനിച്ച് കിടന്ന് പെടയുന്ന ഒരു സമയത്ത് നമ്മളെ വേണ്ടപ്പെട്ടവരല്ലാതെ പിന്നെ നാട്ടുകാർ നിൽക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. അവർക്ക് ഈ സപ്പോർട്ടും ഇതൊന്നും കിട്ടാത്തതിന്റെ കടിയാണ് അവർ നമ്മളിലേക്ക് എന്നൊക്കെ കാണിക്കുന്നത്. കുഞ്ഞ് ആദ്യമായിട്ട് ലോകം കാണുമ്പോൾ അവന്റെ അച്ഛനെയും അമ്മയും ഒരുമിച്ച് കാണണം. അതായിരിക്കും എല്ലാ അച്ഛനമ്മമാരുടെ ആഗ്രഹം. അതിന് ഇടംചെറുപ്പിടാതെ മാറി നിൽക്കുക. അവരുടെ ലൈഫല്ലേ, അവരെന്തേലും ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുക. യു ഹാവ് സിമിലർ എക്സ്പീരിയൻസ്, യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ. അവരൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കും.